എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിലേക്കുള്ള രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. അതുപോലെ തന്നെ ഫ്രഷ് രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് പുതിയ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടണം എന്നുള്ളവർക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ അപേക്ഷിക്കാനായിട്ട് ലിങ്ക് നിലവിൽ വെബ്സൈറ്റിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് admissions.kannur.university.ac.in/FRYUGADM 2025/index.php എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഹോം പേജ് ആയിരിക്കും വരിക. അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ ഹോം പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ എൻ്റർ വെരിഫിക്കേഷൻ കോഡ്, അതുപോലെ തന്നെ സൈൻ ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഓൾറെഡി ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതുവഴി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, ഏതൊക്കെ സമയങ്ങളിലൊക്കെയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ജൂലൈ 1 മുതൽ ജൂലൈ 5 തീയതി വരെയാണ് ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകുന്നതിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിൽ അതായത് എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനും സാധിക്കുക. അതായത് റെക്ടിഫൈങ് ഡിഫക്റ്റ് ആൻഡ് ഫ്രഷ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ജൂലൈ 1 മുതൽ ജൂലൈ 5 തീയതി വരെയാണ്. അതുപോലെ തന്നെ ജൂലൈ 7 തീയതിയാണ് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം അഡ്മിഷൻ എന്ന് പറയുന്നത് ജൂലൈ 8 മുതൽ ജൂലൈ 9 തീയതി വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ഈ ഒരു ജൂലൈ 5 തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്രഷ് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും പുതിയ ഓപ്ഷനുകൾ നൽകുന്നതിനുമുള്ള അവസരം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 8 സ്റ്റെപ്സാണ് ഈ ഒരു രജിസ്ട്രേഷനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 8 സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അത് മാനേജ്മെൻറ്റ് കോട്ടയുടേത്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയുടെ ആ ഒരു രജിസ്ട്രേഷനാണ് നിലവിൽ വെബ്സൈറ്റിൽ ഉള്ളത്. അതായത് രജിസ്റ്റർ ഹിയർ ഫോർ മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ട രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾ ഏത് മാനേജ്മെൻറ്റ് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോളേജിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ട സീറ്റിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ചില സമയത്ത് നിങ്ങൾ അവിടെ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയും അതിനുശേഷം കോളേജ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടായിരിക്കും അഡ്മിഷൻ കൊടുക്കുക. ചില കോളേജിൽ നേരിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഏത് സീറ്റാണോ അഡ്മിഷനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു സീറ്റിലേക്ക് നേരിട്ട് ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് അഡ്മിഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയ്ക്ക്, അതായത് അവർക്ക് ഈ ഒരു രീതിയിൽ ഇതുവരെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ആ ഒരു മാനേജ്മെൻറ്റ് കോട്ട രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് നിങ്ങൾ കാറ്റഗറി സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിൽ ഫീസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഫീസ് എത്രയാണെന്നത് കൃത്യമായിട്ട് നിങ്ങൾ കോളേജിൽ ഓരോ കോഴ്സിനും കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയല്ല മെറിറ്റ് കോട്ടയിലേക്കായിട്ട്, അതായത് രജിസ്റ്റർ ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നാളെ ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളായിട്ടാലും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്ര വേക്കൻസി ഓരോ കോഴ്സുകളിലും ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കും അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.